MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫ് കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനായി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത് ചേർക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി 1 കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കഴിഞ്ഞ് 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായി ഒരു 10 കാഷ്യൂനട്ട്സ് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വരണം. നമുക്കിനി പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഓയിൽ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ട്സ് അരച്ചത് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. ബാച്ചിലേഴ്സിനാണെങ്കിലും
അതുപോലെ പുതുതായി പാചകം പഠിച്ചു വരുന്നവർക്കുമൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റിയായ ഒരു ബീഫ് കറിയാണിത്. ഞാനിത് വട്ടയപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതുപോലെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണിത്. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്